നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കി പണിത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പ്രാപ്തമാക്കാനും പാകപ്പെടുത്താനും ഉള്ള ഉദ്ദേശവുമായി ഉണ്ടാക്കുന്ന ഒന്നാണ് റിലാക്സേഷൻ ആൻഡ് റിന്യൂവൽ മെഡിറ്റേഷൻ. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ചിന്തകൾ അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന സത്യം ആദ്യം തിരിച്ചറിയണം. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, മനപ്രയാസം കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, എന്ത് തീരുമാനമെടുക്കണം എന്നറിയുന്നില്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടണം എന്നറിയില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും അനുവദിച്ചുകൂടാ. ചിന്തകൾ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ഉപകരണമാണ്. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഉപകരണം ഒരിക്കലും നമ്മെ നിയന്ത്രിച്ചുകൂടാ. അതിനുള്ള അനുവാദം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മൾ നിസ്സഹായരാകും. വി മസ്റ്റ് നോട്ട് ബിക്കം ഹെൽപ്ലെസ്, വി മസ്റ്റ് ബിക്കം സ്ട്രോങ്. നമ്മൾ ശക്തരാകണം. നമ്മൾ ശക്തരായാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ വേണ്ട രീതിയിൽ ശാക്തീകരിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ആ മനസ്സ് നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രയത്നിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ ശരീരവും ശക്തമാകും. രോഗങ്ങളെ തടയാനും പ്രതിരോധിക്കാനും രോഗങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാനും ഉള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടായിത്തുടങ്ങും. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉടമയാണ് എന്ന്. ഇന്നത്തെ മെഡിറ്റേഷനിൽ നിങ്ങൾ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുന്ന ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിൽ ചിത്രീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ആയി മാറിത്തുടങ്ങും. മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ചിത്രങ്ങൾ ഇവിടെ കാണിക്കാം. ആ ചിത്രങ്ങൾ മനസ്സിൽ പതിഞ്ഞാൽ മെഡിറ്റേഷൻ സമയത്ത് ദൃശ്യവൽക്കരണം എളുപ്പമാകും, വിഷ്വലൈസേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ കൂടുതൽ ഫലപ്രദമായി വരും. കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ഈ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവായ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. മെഡിറ്റേഷൻ്റെ ആരംഭത്തിൽ സുന്ദരമായ സൂര്യാസ്തമനം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് നന്നായിരിക്കും. മനസ്സിൽ വിശ്രമാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയും സമാധാനവും ശാന്തിയും അനുഭവിക്കാനും ഇങ്ങനെ ഒരു ദൃശ്യം കാണുന്നത് ഗുണകരമായിരിക്കും. പുഴയിൽ ഇതുപോലെയുള്ള ഒരു ഇല ഫ്ലോട്ട് ചെയ്യുന്നതും ഒലിച്ചു പോകുന്നതും കാണുക. തൊട്ടടുത്തുള്ള പാടത്ത് കുട്ടികൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറുഭാഗത്ത് ഒരു ചെറിയ തോണിയിൽ ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാൻ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കാറ്റത്ത് ഒരു തൂവൽ പറന്നു വീഴുന്നത് കാണുന്നു. ഇങ്ങനെ പരിപൂർണമായ ഒരു വിശ്രമാവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ അങ്ങകലെയുള്ള ഒരു വലിയ മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. മറ്റൊരു വലിയ വൃക്ഷം സ്ട്രോങ് ആയി നിൽക്കുന്നതും കാണാം. അതിനുശേഷം മനസ്സിന് സുഖം പകരുന്ന സൂര്യോദയ ദൃശ്യം താങ്കൾക്ക് കാണാൻ കഴിയുന്നു. കാക്കകളുടെ കരച്ചിലും കിളികളുടെ ചിലപ്പും മനസ്സിൽ ആനന്ദം പരത്തുന്നുണ്ട്. പൂക്കളുടെ പെറ്റൽസ്, ദളങ്ങൾ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂടൽ മഞ്ഞ് വഴി മാറിക്കൊടുക്കുന്നതും അതിലൂടെ സൂര്യപ്രകാശം പരക്കുന്നതും കാണാം. ഒരു കുക്കൂണിൽ നിന്ന് പുറത്തു വരുന്ന മനോഹരമായ ഒരു ചിത്രശലഭം, ഇതും നിങ്ങൾക്ക് ദൃശ്യമാകുന്നു. നദിയിൽ മത്സ്യങ്ങൾ ആവേശത്തോടെ വായുവിലേക്ക് കുതിക്കുന്നു. നദിയിലുള്ള ജലം ചാടുന്നതും കാണാം. മുമ്പിൽ കാണുന്ന പക്ഷികളിൽ സന്തോഷം, അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും തണുക്കുന്നു. ആകാശത്തിൽ മനോഹരമായ മഴവില്ല്. ഇത്രയും ചിത്രങ്ങൾ മനസ്സിൽ പതിഞ്ഞുവല്ലോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് മെഡിറ്റേഷനിലാകാം. സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് പതുക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കുക. 3 പ്രാവശ്യം ദീർഘശ്വാസം എടുത്തു വിടുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ബോധപൂർവം ശ്രദ്ധിക്കുക, അറിയുക. ഇനി കുറച്ച് പ്രാവശ്യം സാധാരണ രീതിയിൽ ശ്വാസം എടുത്തുവിടുക. ഇനിയിപ്പോൾ സുന്ദരമായ സൂര്യാസ്തമനം മനസ്സിൽ സങ്കൽപ്പിക്കുക. മനസ്സിൽ വിശ്രമാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയും സമാധാനവും ശാന്തിയും
അനുഭവിക്കാൻ വേണ്ടിയും മനസ്സിലുള്ള ഈ ദൃശ്യം താങ്കളെ ഏറെ സഹായിക്കും. പുഴയുടെ അടുത്താണ് താങ്കൾ ഇരിക്കുന്നത്. വെള്ളത്തിൽ ഒരു ഇല ശാന്തമായ അവസ്ഥയിൽ ഫ്ലോട്ട് ചെയ്യുന്നതും ഒലിച്ചു പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും പ്രപഞ്ചത്തിന് പങ്കുണ്ട് എന്നും നമ്മുടെ ജീവിതവും ഇങ്ങനെ മുമ്പോട്ട് ഒഴുകുകയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഒഴുക്കിന് പിന്നിലും ഒരു ശക്തിയുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം പകരുന്ന സത്യം. തൊട്ടടുത്തുള്ള പാടത്ത് കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ കളിയും ചിരിയും സന്തോഷവും താങ്കളിൽ സംതൃപ്തിയും സന്തോഷവും നിറയ്ക്കുന്നു. മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ തോണിയിൽ ഒരു മീൻപിടുത്തക്കാരൻ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമായി മീൻ പിടിക്കാൻ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാവരും ഓരോ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അറിവ് വല്ലാത്ത ആശ്വാസം തരുന്നുണ്ട്. കാറ്റത്ത് എവിടുന്നോ വന്ന ഒരു തൂവൽ ലക്ഷ്യബോധമില്ലാതെ പതുക്കെ പറന്നു വീഴുന്നത് കാണാം. ലക്ഷ്യബോധമില്ലാതെ പോകുന്ന ഓരോ വസ്തുവും ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് എന്ന അറിവ് ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇങ്ങനെ പരിപൂർണമായ ഒരു വിശ്രമാവസ്ഥയിൽ താങ്കൾ എത്തുമ്പോൾ അങ്ങകലെയുള്ള ഒരു വലിയ മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. ശരത്കാലത്തുണ്ടാകുന്ന ഈ പ്രതിഭാസം മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിന് സമാനമാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന പരിമിതപ്പെടുത്തുന്ന ചിന്തകളും ആശങ്കകളും നിഷേധാത്മകമായ വികാരങ്ങളും ഈ സമയത്ത് താനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. ഇലകൾ കൊഴിയുന്നത് കാണുമ്പോൾ താങ്കളുടെ ഉപബോധ മനസ്സിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല തടസ്സങ്ങളും വഴിമാറിക്കൊടുക്കുകയാണ്. തൻ്റെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കുമുള്ള വീതി തുറക്കുകയാണ്.
നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത, നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുന്ന പല വിഷയങ്ങളും കൊഴിഞ്ഞു പോയപ്പോൾ ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നിൽക്കുന്ന വലിയ ഒരു വൃക്ഷം അങ്ങ് ദൂരെ ശ്രദ്ധയിൽപ്പെടുന്നു. താങ്കളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉള്ള വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായാണ് ഈ വൃക്ഷത്തെ കാണാൻ കഴിയുന്നത്. രണ്ട് പ്രാവശ്യം ദീർഘശ്വാസം എടുത്തുവിടുമ്പോൾ മനസ്സിന് സുഖം പകരുന്ന സൂര്യോദയ ദൃശ്യം കാണാൻ കഴിയുന്നു. വെളിച്ചത്തെ വരവേറ്റുകൊണ്ട് പ്രഭാതത്തിലെ കാക്കകളുടെ കരച്ചിലും കിളികളുടെ ചിലപ്പും മനസ്സിൽ വല്ലാത്ത ആനന്ദം പരത്തുന്നുണ്ട്. ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സമയമായി എന്നും അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒത്തുവരുന്നുണ്ട് എന്നും മനസ്സിലാകുന്നു. പൂക്കളുടെ ദളങ്ങൾ തുറക്കുന്നത് കാണുമ്പോൾ ജീവിതമാകുന്ന പുസ്തകത്തിൽ പുതിയ ഏടുകൾ തുറക്കുന്നത് പോലെയാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. മുമ്പോട്ട് നോക്കുമ്പോൾ മൂടൽ മഞ്ഞ് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. സൂര്യപ്രകാശം ചുറ്റും പരക്കുന്നു. അത് മനസ്സിനും ഹൃദയത്തിനും ധൈര്യവും ഊഷ്മളതയും ഉണ്ടാക്കുന്നു. വ്യക്തിബന്ധങ്ങളിലുള്ള മറയാണ് നീങ്ങിപ്പോകുന്നത്. ഇതിലൂടെ സ്നേഹം കൂടുതൽ അറിയാൻ തനിക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും കഴിയും എന്ന ഉറപ്പ് തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉള്ളിൽ ജനിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പുറത്ത് ഒരു ചെടിയുടെ ചില്ലയിൽ ഒരു കുക്കൂണിൽ നിന്ന് പുറത്തു വരുന്ന മനോഹരമായ ഒരു ചിത്രശലഭം നിങ്ങളുടെ പരിവർത്തനത്തിൻ്റെയും വിജയത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീകമായി അറിയാൻ കഴിയുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് തനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. താങ്കളുടെ കുറെ കാലമായുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. താങ്കളുടെ ഉപബോധ മനസ്സിൽ അത് വ്യക്തതയോടെ തെളിയുന്നുമുണ്ട്. ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. മുന്നിൽ കാണുന്ന നദിയിൽ നിന്നും
കുറച്ച് മത്സ്യങ്ങൾ ആവേശത്തോടെ വായുവിലേക്ക് കുതിക്കുന്നു. മനസ്സിന് ഒത്തിരി ഊർജം പകരുന്ന ദൃശ്യങ്ങളാണിവ. ഒരു ശക്തിക്കും തന്നെ തടയാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. നദിയിലുള്ള ജലം സ്വതന്ത്രമായി നൃത്തമാടുന്നതും സൂര്യപ്രകാശത്തിന് ശക്തിയേറി വരുമ്പോൾ പക്ഷികളിൽ കാണപ്പെടുന്ന സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ ചില പ്രധാന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുന്നുണ്ട്. താങ്കളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി അറിയുന്നുണ്ട്. ആകാശത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ വർണ്ണങ്ങളോടുകൂടിയ മഴവില്ല് താങ്കൾക്ക് വൈവിധ്യത്തിൻ്റെയും താങ്കളുടെ മനസ്സിലുള്ള സന്തോഷത്തിൻ്റെയും പ്രതീകമായി മാറുകയാണ്. വല്ലാത്ത സുഖവും സന്തോഷവും സമാധാനവും ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട്. ഈ കണ്ടതെല്ലാം സത്യമാണ് എന്ന തെളിവ് ഉള്ളിലുണ്ട്. ഈ തെളിവ് സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും പരസ്പര വിശ്വാസത്തിലേക്കും താങ്കളെ നയിക്കുന്നുണ്ട്. വേണ്ട മാറ്റങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ താങ്കൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഉന്മേഷവും ആർജവവും നേടിയെടുത്തുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. മെഡിറ്റേഷൻ നന്നായി ചെയ്യാൻ കഴിഞ്ഞുവല്ലോ അല്ലേ? മനസ്സിന് ആശ്വാസം തോന്നുന്നില്ലേ? സന്തോഷം. താങ്കളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ എഴുതുക. സാധിക്കുമ്പോഴൊക്കെ താങ്കൾക്ക് അനുയോജ്യമായ മെഡിറ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. മനസ്സിന് ശക്തിയും ധൈര്യവും പകരാൻ അതിന് കഴിയും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.